നിങ്ങളുടെ മുമ്പിൽ നിന്ന് നാളെ മോഹൻലാലിൻ്റെ ജന്മദിനമായിട്ട് 2 വാക്ക് സംസാരിക്കാൻ കഴിഞ്ഞത് ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. മോഹൻലാലും ഞാനുമായിട്ടുള്ള ഒരു ബന്ധം ചെറിയൊരു പ്രമോ പറയാം. മോഡൽ സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ടുള്ളതാണ്. മോഡൽ സ്കൂളിൽ ഞാൻ 10ാം ക്ലാസ് നാസ് ക്ലബ് സെക്രട്ടറി, ബെസ്റ്റ് ആക്ടറൊക്കെ ആയിട്ട് പുറത്തിറങ്ങിയ ദിവസം മോഹൻലാൽ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയായിരുന്നു. ഒരു 7-8 പേരുമായിട്ട് വന്നിട്ട് ഒരു നാടകം അഭിനയിക്കണം എന്ന് പറഞ്ഞപ്പോൾ 2 ദിവസം കഴിഞ്ഞ് വരാൻ പറഞ്ഞിട്ട് കമ്പ്യൂട്ടർ ബോയ് എന്നുള്ള വേണുകൃഷ്ണൻകുട്ടി സാറിൻ്റെ നാടകം ഞാൻ എൻ്റെ വീട്ടിൽ വെച്ച് തന്നെ കുട്ടികൾ പഠിപ്പിക്കുന്നു. അതിൻ്റെ മേക്കപ്പ് ഞാൻ ചെയ്തു. ആ നാടകത്തിന് ഫസ്റ്റ് പ്രൈസും കിട്ടി. മോഹൻലാലിൻ്റെ ബെസ്റ്റ് ആക്ടറും കിട്ടി. അപ്പം മോഹൻലാൽ ചിലപ്പോഴൊക്കെ പറയാറുണ്ട്, ചില വേദികളിൽ പറയാറുണ്ട്, ഇങ്ങനെ അജിച്ചേട്ടൻ്റെ കൈപുണ്യമാണ് എൻ്റെ ഈ ഐശ്വര്യം. ഞാൻ പറയും ഒരിക്കലുമല്ല. ആ നാടകത്തിൽ 8 പേര് അഭിനയിച്ചു. ഒരേ ഒരു മോഹൻലാലേ ഉണ്ടാകും. ബാക്കി 7 പേര് ഒരു റേഡിയോ നാടകത്തിൽ പോലും അഭിനയിച്ചു. മോഹൻലാൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, മോഹൻലാലിൻ്റെ ഒരു അവതാരമാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് നിൽക്കുന്നവർക്ക് ഒരിക്കലെങ്കിലും പോയി സംസാരിക്കുന്നവർക്ക് ആ ഓറ ഫീൽ ചെയ്യും. അത് പറയാതിരിക്കാൻ പറ്റില്ല. എന്തോ ഒരു സംഭവമുണ്ട്. അതെന്താണെന്ന് പറയാൻ പറ്റില്ല. അദ്ദേഹം തന്നെ പറയുന്നത് മാജിക്കാണ്, വിസ്മയാണെന്നൊക്കെ പറയും. പക്ഷേ എനിക്കറിയില്ല. ഞാൻ രഞ്ജിത്തൊക്കെ എപ്പോഴും നമ്മൾ അദ്ദേഹമായിട്ടായിരുന്നു സംസാരിക്കുമ്പോഴത്തേക്കും എപ്പോഴും പോസിറ്റീവാണ്. ഒരാളെ കുറിച്ച് ജീവിതത്തിൽ കുറ്റം പറയുന്നതോ ഇത്രയും കൊല്ലത്തിനിടയ്ക്ക് വഴക്ക് പറയുന്നതോ ഞാൻ കേട്ടിട്ടില്ല. ഞാൻ മോഹൻലാലിയുടെ ഒരു 60 സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞൊരു ഒന്നും സംഭവിച്ചില്ല. ഞാൻ വിചാരിച്ച ആരെങ്കിലും ഉരുണ്ട് വീഴുന്നു, അതുമില്ല. അപ്പോൾ മോഹൻലാലിൻ്റെ വെച്ചാൽ വെള്ളാനങ്ങൾ നാട്, എ ഓട്ടോ, ഹലോ മൈ ഡിയർ റോക്ക് നമ്പർ, പിന്നെ ചോട്ടാ മുംബൈ, ഒരു നാൾ വരും കേട്ടോ. ഇതിൻ്റെ ആഘോഷത്തിന് അറേഞ്ച് ചെയ്ത് വെടിക്കെട്ട് നേരത്തെ തുടങ്ങി. അപ്പോൾ പല ജന്മനാളിലും അദ്ദേഹത്തിൻ്റെ ഒപ്പം ഞങ്ങൾ ഉണ്ടാകാറുണ്ട്. ഹലോ മൈ ഡിയർ സെറ്റിൽ, കിരീടത്തിൻ്റെ സെറ്റിൽ, 2 വർഷത്തിന് മുമ്പ് സൂപ്പർ ഹിറ്റായിട്ട് സൂപ്പറായിട്ട് കഴിഞ്ഞല്ലോ ഓടിയ തുടരും എന്നുള്ള പടത്തിൻ്റെ സെറ്റിൽ ഒക്കെ ആഘോഷത്തിന് നമ്മൾ കൂടെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ മുമ്പത്തെ മെയ്യിലൊക്കെ ഈ പറഞ്ഞ മാതിരി ഒരുപാട് അല്ലാതെ ഒരുപാട് ജന്മങ്ങളൊക്കെ ഒന്നിച്ച് കൂടിയിട്ടുണ്ട്. നാളത്തെ ജന്മനാളിലും മിക്കവാറും ഞാനിവിടെ ഉണ്ടാവും. എറണാകുളത്ത് പോകാനുള്ള പരിപാടിയാണ്.